السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിനെ പരിപൂർണമായി സ്വീകരിക്കുകയും നാളെ അവന്റെ പരിശുദ്ധമായ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് മുമ്പ് വിഷയം അവതരിപ്പിച്ച പണ്ഡിത സുഹൃത്ത് ഷമീർ മദീനി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് എന്ന് സവിസ്തരം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമയെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ ആരാണെന്നും എന്താണ് അവൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെന്നും അവൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ആ പോകുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ വിജയിക്കാൻ ആവശ്യമായ കാര്യം എന്താണ് എന്നും അത് യഥാവിധി അവൻ പൂർത്തീകരിച്ചില്ല എങ്കിൽ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ വിശദീകരിക്കുവാൻ വേണ്ടി പ്രപഞ്ച സൃഷ്ടാവായ സകലത്തിനെയും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ മഹാനായ യേശുക്രിസ്തു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ഒരു ആമുഖമായി ഇങ്ങനെ പറയുവാനുള്ള കാര്യം, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനിയ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും നമ്മൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആദരപൂർവ്വം പറയുന്നത് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു വെറും വർത്തമാനമായി വിലയിരുത്തേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുവാനാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനില് 25ഓളം സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ് എന്നും ഈസാ നബി അലൈഹി ഇസ്ലാം മസീഹാണ് എന്നും ഖുർആൻ വളരെ കൃത്യമായി പ്രസ്താവിക്കുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അത്ഭുതകരമായ ജനനം, ജീവിതം, പ്രബോധനം തുടങ്ങി മാത്രമല്ല ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ കുറിച്ചും, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ബൈബിളിനകത്ത് യേശുക്രിസ്തുവിന്റെ ജനനം മുതലെയാണ് ചർച്ച തുടങ്ങുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന്റെ മാതാവായ മറിയം ബീവിയുടെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ മുതൽ തന്നെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു വിഷയം. പരിശുദ്ധ ഖുർആനില് ആല് ഇമ്രാൻ എന്നൊരു അധ്യായം നമുക്ക് കാണാം. ഇമ്രാന്റെ കുടുംബം അത് മറിയം ബീവിയുടെ കുടുംബമാണ്. സൂറത്ത് 19 വരുമ്പോൾ അവിടെ മറിയം ബീവിയെ കുറിച്ച്, മറിയം ബീവിയുടെ പേരിൽ തന്നെ ഒരു അധ്യായം നമുക്ക് കാണാം. എന്നു മാത്രമല്ല, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും ആക്ഷേപാർഹമായ ധാരാളം പദപ്രയോഗങ്ങൾ നടത്തിയ യഹൂദന്മാരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നുകൂടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബുഹ്താനൻ അലീമ, ഏറ്റവും ഗുരുതരമായ ആരോപണം അവർ ഉന്നയിച്ചതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടവരാണെന്ന് കൂടി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മുസ്ലിം സമുദായം ഏത് വിധേന പരിഗണിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാണ്. ഇതെല്ലാം തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടും മാതാവിനെ കുറിച്ചും പുകഴ്ത്തി പറയുന്നതോടൊപ്പം തന്നെ
അവർ ആദരവിന് അർഹരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ യേശു ക്രിസ്തു ആരാധനയ്ക്ക് അർഹനല്ല, അഥവാ ദൈവമോ ദൈവത്തിന്റെ പുത്രനോ ആരാധനയ്ക്ക് അർഹനോ അല്ല എന്ന വിഷയം. ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ ഇടയിൽ പല വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ടെങ്കിൽ പോലും, അഭിപ്രായ വ്യത്യാസമുള്ള പല വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഗൗരവമേറിയ വിഷയം അടിസ്ഥാനപരമായ ദൈവവിശ്വാസം തന്നെയാണ്. ഞാനിവിടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഗൗരവമാണെന്നുള്ള വിഷയം. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ മകനായ മിശിഹ തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞവർ തീർച്ചയായും അവർക്ക് വഴിതെറ്റിയിരിക്കുന്നു, അവർ നിഷേധത്തിലായിരിക്കുന്നു. അതിന് കാരണമായി ഖുർആൻ പറയുന്നത് വഖാലൽ മസീഹ്, യഥാർത്ഥത്തിൽ മസീഹ് ലോകത്തിനോട് പറഞ്ഞത് യാ ബനി ഇസ്രായേല, അല്ലയോ ഇസ്രായേൽ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, നിങ്ങൾ ആരാധിക്കണം എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പഠിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്ത് മാഇദയിൽ ഇത് കാണാം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിനോട് വിയോജിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ആമുഖമായി നമ്മുടെ ഈ ശീർഷകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു പ്രവാചകനോടുള്ള സ്നേഹം എന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ സ്നേഹം നമുക്ക് ലഭിക്കുവാൻ എന്തു വേണം എന്ന് മഹാനായ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള ഭാഗത്ത് കാണാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ പ്രവാചകനായ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സ്നേഹം അനുയായികൾക്ക് ലഭിക്കണമെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാം ഏതൊരു വിധേയനെയാണോ ഈസാ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ച ദൈവത്തിനെ അനുസരിക്കുന്നത്, അതേപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഈസാ അലൈഹി ഇസ്ലാം പറയുന്ന വാക്കുകൾ അനുസരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. പ്രവാചകന്മാരുള്ള സ്നേഹം, ആദരവ് എന്ന് പറയുന്നത് അതിര് കടന്നുകൊണ്ട് അവർ പഠിപ്പിക്കാത്ത മറ്റൊരു മേഖലയിലേക്ക് പോകലല്ല, നേരെ മറിച്ച് അവർ പഠിപ്പിച്ചെടുത്ത് നിൽക്കുക എന്നതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആ ദൈവവിശ്വാസം തന്നെ ആണോ പരിശുദ്ധ ഖുർആൻ വിമർശിച്ച ത്രിത്വേക ദൈവവിശ്വാസം എന്ന് നമ്മൾ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. അതിനായി ആമുഖമായി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് വന്ന ആദ്യത്തെ പ്രവാചകനല്ല. ധാരാളം പ്രവാചകന്മാരാൽ കൊണ്ട് അനുഗ്രഹീതമായ ആ സ്ഥലത്തിലേക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം വന്നത്. ആ നാട്ടിലെ ബനു ഇസ്രായേൽ സമൂഹത്തിലെ അവർ ആദരിക്കുന്ന ഏറ്റവും ശക്തനായ പ്രവാചകൻ എന്ന് അവർ കാണുന്ന ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അദ്ദേഹത്തിന് നൽകപ്പെട്ട തൗറാത്തിന്റെ ആ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 2 കൽപ്പന ഇങ്ങനെ കാണാം: ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. പുറപ്പാട് പുസ്തകം അഥവാ ബൈബിളിന്റെ 2ാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ കണ്ടാൽ നമുക്കിത് മനസ്സിലാക്കും. അതേപോലെ തന്നെ മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യമായി കാണാം: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തന പുസ്തകം 6:4. യഹൂദ സമൂഹം അവരുടെ അഖീദയായി കൊണ്ട് എടുത്തു പറയുന്ന ഈ വാക്യമാണ്: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇങ്ങനെ അടിസ്ഥാനപരമായി അടിയുറച്ച ഏകദൈവ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം നിയുക്തനാകുന്നത്. ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഉപദേശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ത്രിത്വേക ദൈവ വിശ്വാസമാണോ,
3 പേരടങ്ങിയ ദൈവവിശ്വാസമാണോ ഈസാ അലൈഹി ഇസ്ലാം ഉൾപ്പെട്ട ഒരു ദൈവവിശ്വാസമാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ബയോഗ്രഫി റിപ്പോർട്ട് ചെയ്ത മാർക്കോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 28 മുതൽ 34 വരെയുള്ള ഭാഗത്ത് കാണാം, ബഹുമാനനായ ഈസാ അലൈഹി ഇസ്ലാം അവിടുത്തെ ജനങ്ങളോട് ധാരാളം വിഷയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൗറാത്തിൽ അവഗാഹമുള്ള ഒരു ശാസ്ത്രി അഥവാ ഒരു ആലിം, ഒരു പണ്ഡിതൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടിയിൽ ഇദ്ദേഹം തൃപ്തനാകുന്നു. ഇദ്ദേഹത്തിന്റെ അറിവിൻ പ്രകാരം അഥവാ തൗറാത്തിൻ പ്രകാരം ഈസാ അലൈഹി ഇസ്ലാം കൊടുത്ത മറുപടി എല്ലാം തൃപ്തികരമാണ് എന്ന് ഇദ്ദേഹം വിലയിരുത്തി. അതിനുശേഷം ഇദ്ദേഹം ഈസാ അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇതിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞത് കൽപ്പനകൾ പ്രമാണിക്കുക വഴിയാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്ത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ ശാസ്ത്രി യേശുവിനോട് ചോദിക്കുന്നു, മുഖ്യമായ കൽപ്പന ഏതാണ്? ധാരാളം നല്ല കാര്യങ്ങൾ നീ ഇവിടെ പറയുന്നുണ്ട്, പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഏറ്റവും മുഖ്യമായത് ഏതാണ്? യേശുക്രിസ്തു പറഞ്ഞു, ഇസ്രായേലെ കേൾക്കാം. ഞാൻ നേരത്തെ മായിദയിൽ ഓതിയ അതേ ആയത്തിന്റെ അർത്ഥത്തിൽ പറയുന്നത് പോലെ തന്നെ പറഞ്ഞു, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവം ഒരുവനേ ഉള്ളൂ. നിങ്ങൾ അവനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടിയും സ്നേഹിക്കണം. ഇതാകുന്നു മുഖ്യമായ കൽപ്പന. യേശുക്രിസ്തു പഠിപ്പിക്കുന്നു മാർക്കോസിന്റെ സുവിശേഷത്തിൽ. ശാസ്ത്രി യേശുവിനെ മറുപടി ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, നല്ലത് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ശ്രദ്ധിച്ചു കേട്ടോ, യേശുക്രിസ്തു പറഞ്ഞത് ഇസ്രായേലെ കേൾക്കാം, നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏക കർത്താവെന്നല്ല. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ, അതായത് ചോദിച്ച ശാസ്ത്രിയുടെയും എന്റെയും ഇസ്രായേൽ ജനങ്ങളുടെയും മുഴുവനും, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിങ്ങൾ ഞങ്ങളെ ആരാധിക്കാനല്ല, നിങ്ങൾ ആ കർത്താവിനെ ആരാധിക്കണമെന്ന് യേശുക്രിസ്തു മറുപടി പറയുമ്പോൾ ശാസ്ത്രി യേശുവിൽ നിന്നും പഠിച്ച മറുപടി തിരിച്ച് ആവർത്തിക്കുന്നു. യേശുവിന് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് സത്യമാണ്, ഏകനേ ഉള്ളൂ, നിങ്ങളല്ലാതെ എന്നല്ല, അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. യേശുക്രിസ്തു ഇദ്ദേഹത്തിന് മറുപടി കേട്ടു. അവിടെ മാർക്കോസ് ഇങ്ങനെ അടിക്കുറിപ്പ് കൊടുക്കുന്നു. മാർക്കോസ് പറയുന്നു, അവൻ അതിബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിനോട് ഒട്ടും അകന്നവനല്ല. യേശുക്രിസ്തു മുഖ്യ കൽപ്പന പഠിപ്പിക്കുന്നു. ശാസ്ത്രി യേശുക്രിസ്തു പഠിപ്പിച്ചത് ശരിയാണ്, തൗറാത്തിൻ പ്രകാരം അത് തന്നെയാണ് ശരി, മുൻകാല പ്രവാചകന്മാരെ അധ്യാപനം അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രി അതിന് റിപ്ലൈ കൊടുക്കുന്നു. ആ റിപ്ലൈ നീ യഥാർത്ഥ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് യേശുക്രിസ്തു തീർത്തു പറയുന്നു. അപ്പോൾ മുഖ്യ കൽപ്പന നമുക്ക് മനസ്സിലായി. ഇനി ഇത് പരിശുദ്ധ ഖുർആനിലെ ഈ മായിദയിലെ ഞാൻ നേരത്തെ ഓതിയ ആയത്തുമായിട്ട് യാതൊരു തരത്തിലും വിയോജിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാം. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇത് തന്നെയാണോ ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്ന ത്രിഏക ദൈവവിശ്വാസം? വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ കേട്ടോണ്ടിരിക്കണം, ക്രൈസ്തവ സുഹൃത്തുക്കളും പ്രത്യേകിച്ച്. കാരണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ ചർച്ചുകളിലോ അല്ല എങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളുകളിലോ അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററോട് പോയി ചോദിച്ചാലോ ഒന്നും ഇതിന്റെ മറുപടി കിട്ടാറില്ല. അവരൊരു നിർവചനം പറയുകയാണ് ചെയ്യുന്നത്. ആ നിർവചനം ഇങ്ങനെയാണ്: ദൈവം 3 ആളത്വമുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ്. അവർ പറയുന്ന മറുപടി, അവർ മനപ്പാടത്തിൽ പറയുന്ന ഒരു മറുപടിയുണ്ട്. ത്രിഏക ദൈവവിശ്വാസം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആളത്വം 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ്. നമുക്കൊന്നും മനസ്സിലാവാറില്ല അത് കേൾക്കുമ്പോൾ. മനസ്സിലാക്കി തരാൻ അദ്ദേഹം ശ്രമിക്കാറില്ല, കാരണം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ബൈബിൾ കോളേജ്, നമ്മള് സാധാരണ ചർച്ചകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കേൾക്കാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് വളരെ ഗൗരവത്തോടെ ആ വിഷയത്തെ ഒന്ന് സമീപിക്കുകയാണ്. ഇവിടെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കും. അവിടെ നിന്നും യേശുക്രിസ്തു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമാണോ ഈ ത്രിത്വേക ദൈവവിശ്വാസം എന്ന് നമുക്ക് വിലയിരുത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് അറിയപ്പെടുന്ന നിക്യ വിശ്വാസ പ്രമാണം AD 325 നിങ്ങൾക്ക് ആ സ്ക്രീനിലും കാണാം.
AD 325 അവർ രേഖപ്പെടുത്തിയ അതുവരെ ഉണ്ടായിരുന്ന ധാരാളം പാഷാണ്ഡതകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയതും അവരുടെ ത്രിത്വൈക ദൈവവിശ്വാസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയതുമായ ഈ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നും എന്താണ് ക്രൈസ്തവർ പറയുന്ന ദൈവവിശ്വാസം എന്ന് കേൾക്കാം. സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും ആയ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി കേട്ടോണം. ഏക കർത്താവും ദൈവപുത്രനും പിതാവിൽ നിന്ന്, അതായത് പിതാവിന്റെ സത്തയിൽ നിന്ന് ജനിച്ച ഏകജാതനും, ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള ദൈവവും, ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോട് കൂടെ ഏക സത്ത ആയിരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനത്തെ യേശു ക്രിസ്തുവാണ്? ആ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അനാദി കാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചതാണ്. മറിയം ബീവിക്ക് ജനിച്ചതല്ല. മറിയം ബീവി പ്രസവിച്ചപ്പോൾ അല്ല ക്രൈസ്തവർക്ക് ദൈവപുത്രത്വം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ ദൈവപുത്രത്വം ക്രൈസ്തവർ വിശ്വസിക്കുന്നത് എവിടെ മൂലയാണ്? അവർ പറയുന്നത് അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടി അല്ലാത്തവനും, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, അവൻ ജനിച്ചവനാണ്, സൃഷ്ടിക്കപ്പെടാത്തവനാണ്, പിതാവിനോടുകൂടി ഏക സത്ത ആയിരിക്കുന്നവനും. ഏക സത്ത എന്ന് വെച്ചാൽ ഒരേ യോഗ്യത, പിതാവിന് എന്തൊക്കെ യോഗ്യത, എന്തൊക്കെ സിഫത്തുകളുണ്ടോ, എന്തൊക്കെ സിഫാത്തുകളുണ്ടോ അത് മുഴുവനുമുള്ള പുത്രൻ ആയ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ വഴി ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നിങ്ങനെ തുടങ്ങി വിശദീകരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ താഴെ കാണാം, അവൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നോ ദൈവപുത്രന് വ്യത്യസ്തമായ ഒരു സത്തയുണ്ടെന്നോ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നോ മാറ്റത്തിനോ പരിവർത്തനത്തിനോ വിധേയനാണെന്നോ പറയുന്നവരെ കത്തോലിക്ക സഭ ശപിക്കുന്നു. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കത്തോലിക്ക സഭ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ വന്നത് 15ാം നൂറ്റാണ്ടിലാണ്. ഈ AD 325 കാതോലിക്കം സാർവത്രികം എന്നറിയപ്പെടുന്ന ഈ സഭ അഥവാ അന്നത്തെ ക്രിസ്തുമതം പറയുന്നത് പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, പക്ഷെ അവൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നോ ദൈവപുത്രന് വ്യത്യസ്തമായ ഒരു സത്തയുണ്ടെന്നോ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ക്രൈസ്തവ ദൈവവിശ്വാസം. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളോട് നമ്മൾ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്ന തെളിവുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്രൈസ്തവ സുഹൃത്തുക്കൾ, നിങ്ങൾക്കും പരിചയമുണ്ടാവും, അവർ പറയും ത്രിത്വൈക ദൈവവിശ്വാസത്തിന്റെ ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവർ പറയും ത്രിത്വൈക ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മുട്ട പോലെയാണ്. അവർ പറയുന്ന ഒരു ഉപമയാണ്. കാരണം മുട്ടയ്ക്ക് മുട്ടയുടെ തോടുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. എന്നാൽ മുട്ട എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ 3 ഭാഗമുണ്ടെങ്കിലും ദൈവം എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം അവർ പറയുന്നത് ആപ്പിളിനെ കുറിച്ച് പറയാറുണ്ട്. ഇത് ഇവർ സഭാപിതാക്കന്മാരുടെ പുസ്തകം തൊട്ട് നോക്കിയാൽ അത് കാണാം. ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം അവർ എടുക്കാറുണ്ട്. ആപ്പിൾ എന്താണ്? ആപ്പിളിനൊരു തൊലിയുണ്ട്, ആപ്പിളിനൊരു മാംസമുണ്ട്, ആപ്പിളിനൊരു കുരുവുണ്ട്. എന്നാൽ ആപ്പിൾ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഇനിയും അടുത്ത ആളുകൾ അതിന് ഉദാഹരണം പറയുന്നത് വെള്ളം ഐസ് കട്ട നീരാവി എന്നാണ്. വെള്ളം തന്നെ എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഐസ് കട്ടയായിട്ട് മാറുന്നു. ഐസ് കട്ട തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നീരാവിയായിട്ട് പോകുന്നു. ഇങ്ങനെ. എന്നാലും വെള്ളം എത്രയേ ഉള്ളൂ? ഇത് 3 യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അതുപോലെ ഇവർ വേറെ ഒരു ഉദാഹരണം ഇവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇന്നലെയും വാട്സാപ്പിൽ ചർച്ച ചെയ്യുമ്പോഴും ഒരാൾ അതിങ്ങനെ പറയുന്നു. ഒരാൾ പറഞ്ഞത്, ഞാൻ തന്നെ പിതാവാണ്. ആരുടെ പിതാവാണ്? എന്റെ മകന്റെ പിതാവാണ്. ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ എന്റെ ഫാദറിന്റെ മകനുമാണ്, അല്ലെ? ഞാൻ എന്റെ കുട്ടിയുടെ വാപ്പായുമാണ്, അതോടൊപ്പം തന്നെ എന്റെ വാപ്പായുടെ മകനുമാണ്, അതോടൊപ്പം തന്നെ ഞാൻ എന്റെ ഭാര്യയുടെ ഭർത്താവുമാണ്. പക്ഷെ ഞാൻ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ വഴി ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ 3 ഘടകമാണ് ഈ പറയപ്പെടുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നും, അല്ല എങ്കിൽ ഒരൊറ്റ ദൈവം തന്നെ 3 റോളിൽ വരുന്നു എന്നുമാണ് ഇവർ ഈ ഉപമകളിലൂടെ പറയുക.
അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉപമകൾ അവർക്ക് ഉപമയായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ വസ്തുത ഇതാണോ? ക്രൈസ്തവ സുഹൃത്തുക്കളോട് ഇനി വേദവാക്യം ചോദിക്കുകയാണ്, എവിടെയെങ്കിലും യേശുക്രിസ്തു ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ടോ ബൈബിളിൽ എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെതായി അവർ ഉദ്ധരിക്കുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്നു, ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവ് എന്റെ കൂടെയുണ്ട് തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളിലൂടെ ഉടനീളം ഇവർ പറയാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തു എന്നാൽ അഥവാ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും മനസ്സിലാക്കണം, ഇത് ത്രിയേക വിശ്വാസമേ അല്ല. ഈ വിശ്വാസത്തിന് ഒരു പേരുണ്ട്. ഈ വിശ്വാസത്തിന്റെ പേരാണ് സബല്യനിസം എന്ന് പറയും. ഈ വിശ്വാസത്തിന്റെ പേരെന്താണ്? സബല്യനിസം എന്ന് പറയും. ഞാനിവിടെ ഉദ്ധരിക്കുന്ന പുസ്തകങ്ങൾ, ഇത് റോമൻ കാത്തലിക്സിന്റെ പുസ്തകമാണ്. ഇത് ആൽഫ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തലശ്ശേരി അതിരൂപതയുടെ ഫാദർ ജോസഫ് പാംപ്ലനി എന്ന് പറയുന്ന അച്ഛൻ. ഈ അച്ഛനെ നമുക്ക് കാണാം ഷാലോം ടിവിയിലൊക്കെ. ഇദ്ദേഹം 360 ക്ലാസ്സുകളിലൂടെ തിയോളജി അവതരിപ്പിച്ച പണ്ഡിതനാണ്. ആധികാരികമായി തലശ്ശേരി അതിരൂപത ഇറക്കുന്ന പുസ്തകങ്ങളാണ്. ഇവിടെ നമ്മൾ വേറെയായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാറ്റിക് തിയോളജി പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ആധികാരിക പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവർ ഈ പറയുന്ന പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പറയുന്ന വാദം, അഥവാ പിതാവ് തന്നെയാണ് പുത്രനായും പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായും വന്നത് എന്ന വാദം യഥാർത്ഥത്തിൽ സബല്യനിസം എന്ന് പറയുന്ന ഒരു വാദമാണ്. ഇത് AD 210 അഥവാ നിക്കിയ കൗൺസിലിന് 325 കൂടിയ നിക്കിയ കൗൺസിലിന് മുമ്പ് AD 210 സെബല്യൂസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുകയും അഥവാ പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ വാദം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെ കുരിശിൽ മരിച്ചു എന്ന വാദം അദ്ദേഹം കൊണ്ടുവരികയും ഈ അന്നത്തെ ക്രൈസ്തവ സഭ ഇദ്ദേഹത്തെ ശപിച്ചു പുറത്താക്കുകയും ചെയ്തു. ഇത് ഈ വാദത്തിന് പേര് സബല്യനിസം എന്നാണ്. എന്നാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ക്രൈസ്തവർ മുഴുവൻ ത്രിത്വൈക ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്ത് വിശ്വാസത്തെ കുറിച്ചിട്ടാ? ഈ സബല്യനിസ്റ്റ് വാദത്തെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ത്രിയേകത്വം? ശ്രദ്ധിച്ച് കേട്ടോണം. ത്രിയേകത്വത്തിൽ ഏകദൈവ വിശ്വാസമാണോ ബഹുദൈവ വിശ്വാസമാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, തീർച്ചയായും അവരുടെ വിശ്വാസത്തിൽ പിഴവ്, കുഫർ സംഭവിച്ചിരിക്കുന്നു. കാരണം അവർ യഥാർത്ഥ ദൈവത്തിനെ അള്ളാഹുവിനെ മൂവരിൽ ഒരുവനാക്കി മാറ്റി, അഥവാ അള്ളാഹുവിന് തുല്യനായിക്കൊണ്ട് രണ്ടുപേരെയും കൂടെ വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നത് അല്ല, ഞങ്ങൾക്ക് ആകെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഞങ്ങൾ മോശയും യേശുവും മുൻകാല പ്രവാചകന്മാരും എല്ലാം പഠിപ്പിച്ച കറ തീർന്ന ഏക ദൈവ വിശ്വാസികളാണ് എന്നാണ് അവർ പറയുന്നത്. ആ വാദത്തെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം ഓഫ് ട്രിനിറ്റി കാണാം. നമ്മൾ ഇന്റർനെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഇവിടെ ഇരിക്കുന്ന ദൈവശാസ്ത്ര പുസ്തകത്തിലും കാണാം ഇങ്ങനെ ഒരു പടം. ഇതാണ് ത്രിത്വൈക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ വരച്ചു വെച്ചിരിക്കുന്ന പടം. ശ്രദ്ധിച്ചു നോക്കിയോ പടത്തിലേക്ക്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവ് എന്ന് പറയുന്നത് പുത്രനല്ല, പുത്രൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവും അല്ല. പക്ഷെ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, ഹോളി സ്പിരിറ്റ് ദൈവമാണ്. എന്താണ് വാദം? ട്രിനിറ്റിയുടെ ഒന്നാം പാഠം എന്ന് പറയുന്നത് തന്നെ പിതാവ് എന്ന് പറയുന്ന ദൈവം അല്ല പുത്രൻ. അവരുടെ വാദത്തിന്റെ ഒന്നാം വാദം എന്ന് പറയുന്നത് പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. ഇതാണ് അവരുടെ വാദം. ഈ മൂന്നിനെയും യോജിപ്പിക്കുന്ന ഒരു ഘടകവുമില്ല. കാരണം പിതാവല്ല പുത്രൻ, പുത്രനല്ല, ഈ ത്രികോണത്തിന്റെ 3 മൂലകളെ യോജിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം പോലും അതിനകത്തില്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ രൂപം ഏത് രൂപത്തിലാണ് വരിക എന്ന് നമുക്ക് കാണാം. ഇതാണ് യഥാർത്ഥത്തിൽ പിതാവ് എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, പുത്രൻ എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. എങ്ങനെ ദൈവം? പൂർണ്ണമായ ദൈവം. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. പിതാവും പുത്രനും കൂടുമ്പോഴല്ല ഒരു ദൈവമാകുന്നത്, നേരെ മറിച്ച് പിതാവ് ഒറ്റയ്ക്ക് തന്നെ ദൈവം. ഏകദൈവ വിശ്വാസമാണ് ത്രിയേക ദൈവവിശ്വാസം എന്ന് പറയുന്നവർ, അതിന്റെ വാദം എന്റെ ഈ വിഷയാവതരണത്തിന് ശേഷം നിങ്ങൾക്ക് പറയാം.
ക്രൈസ്തവ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് അവർ അടിവരയിട്ട് പറയുന്നു, പിതാവ് സമ്പൂർണ്ണ ദൈവമാണ്, പുത്രൻ സമ്പൂർണ്ണ ദൈവമാണ്, പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ ദൈവമാണ്. മൂന്ന് പേരും നിത്യരാണ്, സഹവർത്തികളാണ്. എന്നുവെച്ചാൽ നിത്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നിലനിന്നവരാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നവരുമാണ്. എന്നാൽ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. ചുരുക്കത്തിൽ മൂന്ന് വ്യത്യസ്തമായ ദൈവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി ഇതിന്റെ തെളിവുകളിലേക്ക് ഞാൻ വരികയാണ്. അതിനു മുമ്പ് ഇത് ജി സുശീലൻ സാർ എഴുതിയ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞ പുസ്തകത്തിലും കാണാം. അതിന്റെ 152-ാമത്തെ പേജിൽ കാണാം. അദ്ദേഹം തന്നെ എഴുതുന്നു, ദൈവിക ആളത്വങ്ങൾ വിഭിന്നങ്ങളാണെന്ന് പറയുമ്പോൾ പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ലെന്നും, പുത്രൻ പിതാവോ പരിശുദ്ധാത്മാവോ അല്ലെന്നും, പരിശുദ്ധാത്മാവ് പുത്രനോ പിതാവോ അല്ലെന്നും വ്യക്തമാക്കുന്നു. എങ്ങനെ? അവരുടെ വിശ്വാസപ്രകാരം ഇത് മൂന്നും പിതാവാണ് പുത്രൻ എന്ന് പറയുന്ന ക്രൈസ്തവർ പറയുന്ന വാദം, സാധാരണക്കാരായ ക്രൈസ്തവർ പറയുന്ന വാദം യഥാർത്ഥത്തിൽ അത് ത്രിത്വേക ദൈവവിശ്വാസമല്ല, അത് സെബലിനിസ്റ്റ് വാദമാണ്. നേരെ മറിച്ചിട്ട് ക്രൈസ്തവ ത്രിയേകത്വ വിശ്വാസപ്രകാരം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ കാണാം, ദൈവിക ആളത്വങ്ങൾ വിഭിന്നങ്ങളാണെന്ന് പറയുമ്പോൾ പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ലെന്നും, പുത്രൻ പിതാവോ പരിശുദ്ധാത്മാവോ അല്ലെന്നും, പരിശുദ്ധാത്മാവ് പുത്രനോ പിതാവോ അല്ലെന്നും അവരെ അസന്നിഗ്ധമായി പറയുന്നു. ഇനി നിങ്ങൾക്ക് കാണാം, ഇതേ പുസ്തകത്തിന്റെ 148-ാം പേജിൽ 148-ാം പേജിൽ അവര് ത്രിത്വേക ദൈവവിശ്വാസത്തിന് അടിസ്ഥാനപരമായ 5 പ്രമേയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം എണ്ണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനകത്ത് കാണാം, ഒന്നാമത്തെ തത്വം ദൈവം ഏകനാണ്. ഈ ഏകത്വം നമ്മൾ ഇനി ചർച്ച ചെയ്യും. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ത്രിത്വേക ദൈവ വിശ്വാസത്തിൽ പറയുന്ന ഏകത്വം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. നിങ്ങളൊന്ന് കേൾക്കുക, ദൈവം ഏകനാണ്. ഇപ്പൊ നിങ്ങൾ ഇത് മൂന്നാണോ ഒന്നാണോ ശ്രദ്ധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തങ്ങളായ ആളത്വങ്ങളാണ്. തൃത്വത്തിലെ വിഭിന്ന ആളത്വങ്ങൾ നിത്യമാണ്. എന്ന് വെച്ചാൽ എന്നെന്നും ഇത് മൂന്നും നിലനിൽക്കുന്നു, എന്നെന്നും ഇത് മൂന്നും നിലനിൽക്കുന്നു. ഓരോന്നും വ്യത്യസ്തരാണ്, ഓരോന്നും പൂർണ്ണമായ ദൈവങ്ങളാണ്. എന്നാൽ ഇവർ ഏകമാണ്. അത് ഞാൻ ചർച്ച ചെയ്യും. എന്നാൽ അവർ ഏകമാണ്. ആ ഏകത്വം നമ്മൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് നമുക്ക് ഇനി ചെറിയ 1-2 ഓഡിയോ ക്ലിപ്പുകൾ കാണാം. എങ്ങനെയാണ് ഇവിടെ ഇനി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്, ഇവർ ഈ പറയുന്ന ത്രിത്വേക ദൈവവിശ്വാസത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നതിന് വേണ്ടി മോശ പ്രവാചകന്റെയും യേശുവിന്റെയും വാക്കുകളെ ദുർവ്യാഖ്യാനിക്കുന്നതും അതിന് അവർ ഉപയോഗിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ ഞാൻ അവിടെ കാണിക്കാം. അതിനുശേഷം ക്രൈസ്തവ ദൈവശാസ്ത്ര പ്രകാരം എന്താണ് ഏകത്വം എന്നും വിശദീകരിക്കുക. 2 രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ക്രൈസ്തവ പണ്ഡിതന്മാർ ബൈബിളിൽ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ. ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ തന്റെ പ്രവാചകനായ മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ എലോഹീം. എലോഹീം എന്ന പദം ബഹുവചനമാണ്. യഹോവ നമ്മുടെ എലോഹീം. യഹോവ അവൻ എക്കാദാകുന്നു, അവൻ ഏകത്വമാകുന്നു. അന്ന് മുതൽ പുതിയ നിയമത്തിലുടനീളം നാം കാണുന്ന വിശ്വാസമാണ് ദൈവത്തിന്റെ ഏകത്വം. സർവ്വസാധാരണയായി തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു ഐക്യതയാണ് ഇത്. നാം ചിന്തിച്ചു പോകാറുണ്ട്, ഇസ്ലാം പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും തൗറത്ത് പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഇഞ്ചില് പറയുന്ന ദൈവത്തിന്റെ ഏകത്വവും ഒന്നാകുന്നുവെന്ന്. അല്ലേ? അല്ല. കാരണം ഒന്ന് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ പല വാക്കുകളുണ്ട്. ഒന്ന് എന്ന പദം എബ്രായ ഭാഷയിൽ പറയണമെങ്കിൽ പല വാക്കുകളുണ്ട്. എക്കാദ് എന്നുള്ള പദമുണ്ട്, യാക്കീദ് എന്നുള്ള പദമുണ്ട്. എക്കാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ബഹുത്വത്തിൽ ഏകത്വമാണ്. ബഹുത്വത്തിൽ ഏകത്വമായിരിക്കുന്നതിനെയാണ് എക്കാദ് എന്നുള്ള പദം കൊണ്ട് എബ്രായ ഭാഷയിൽ പറയുന്നത്. ഉദാഹരണങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 2:24. 2 വാദങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ എന്ന മോശെ പ്രവാചകന്റെ വാക്യം എടുത്തിട്ട്, അപ്പൊ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ദൈവം എന്ന് വരാനുള്ള 2 കാര്യങ്ങളാണ്, 2 ഘടകങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം. ദൈവങ്ങൾ എന്നല്ല പ്രയോഗം,
ദൈവം എന്നാണ്. അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ദൈവം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏലോഹിം എന്നുള്ള പദമാണ്. എന്ന് വെച്ചാൽ ഏലോഹിം ഹീബ്രു ഭാഷയിൽ അതിന് ബഹുവചന രൂപമാണുള്ളത്. അതുകൊണ്ട് അത് ദൈവങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ബഹുത്വമുള്ളതാണ്. അപ്പൊ എന്തായി? ഒരു കടമ്പ കടന്നു. ഒരു കടമ്പ എന്ത് കടന്നു? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം എന്നുള്ളതിന് വേണമെങ്കിൽ ദൈവങ്ങൾ എന്ന അർത്ഥത്തിലും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം എന്നതിലേക്ക് അദ്ദേഹം കൊണ്ടുവരിക. എന്നാൽ ഹീബ്രു പദം, ഹീബ്രു ഭാഷയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഏലോഹിം എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റെസ്പെക്റ്റീവ് പ്ലൂറൽ, അതായത് ബഹുമാന സൂചകമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എന്ന് ഈ ക്രൈസ്തവ സമൂഹം ഉത്ഭവിക്കുന്നതിന് 1500 വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർക്ക് ഈ ഏലോഹിം എന്ന് പറഞ്ഞ പദത്തിന് ഏതർത്ഥം മാത്രമേ ഉള്ളൂ? ഏകനായ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറ്റിയാണ് ജെറി തോമസ് അതിന് അർത്ഥം വെക്കുന്നത്. എന്നാൽ ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ ഇറക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് കാണാം, ദൈവത്തെ കുറിക്കുന്ന എബ്രായ വാക്ക് ഏലോഹിം ബഹുവചന രൂപത്തിലാണ്. എബ്രായ പദത്തിന്റെ ബഹുവചന പ്രയോഗം അതിൽ തന്നെ തൃത്വത്തിന് തെളിവാകുന്നില്ല. വ്യാകരണകർത്താക്കൾ വിളിക്കുന്ന ബഹുമതി പദത്തിന്റെ ബഹുവചന രൂപം ആയിരിക്കാം അത്. മുഖം, വെള്ളം, ആകാശം എന്നിവയ്ക്കുള്ള എബ്രായ പദങ്ങളും ബഹുവചന പ്രയോഗത്തിലാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, രാജാവിനെ കുറിച്ചിട്ട് എബ്രായ പദം ഉള്ളതും ബഹുവചന രൂപത്തിലാണ്. ഭർത്താവിനെ കുറിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പദങ്ങൾക്കും എബ്രായ പദത്തിന്റെ ഒരു രീതിയാണ്, ഹീബ്രു ഭാഷയുടെ ഒരു രീതിയാണ്, അത് ബഹുവചന രൂപത്തിലാണ്. ഈ ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിനെ ഇദ്ദേഹം എടുത്തുകൊണ്ട് ബഹുദൈവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഏലോഹീം എന്ന് പറയുന്നതിനെ ഉപയോഗിക്കുന്നു. ഏലോഹീം എന്ന് വെച്ചാൽ ദൈവങ്ങൾ, ഒരു കൂട്ടം എന്നുള്ളതിനെ ആക്കാൻ നോക്കുകയാണ്. രണ്ടാമത് ഇദ്ദേഹം കാണിക്കുന്ന ഒരു അഭ്യാസം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് യഹോവ ഏകൻ തന്നെ, ശ്രദ്ധിച്ചു കേട്ടോണം, യഹോവ ഏകൻ തന്നെ എന്ന ഏകൻ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യക്കാദ് എന്ന് പറഞ്ഞ പദമാണ്. യക്കാദ് എന്ന് പറഞ്ഞ പദം എന്നാൽ ഒരു ദൈവത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, നേരെ മറിച്ചിട്ട് എങ്ങനെയാണ്? ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ബഹുത്വമുള്ള ഏകത്വത്തെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? യക്കാദ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മാത്രം വാദമല്ല, ഈ എന്റെ കയ്യിലിരിക്കുന്ന ദൈവശാസ്ത്ര പുസ്തകങ്ങളിലെല്ലാം തന്നെ അതിൽ ജി സുശീലൻ എന്ന് പറയുന്ന ആളും മാത്രമേ ആ വിഷയത്തിൽ മാന്യത കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഈ വാദം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. യക്കാദ് എന്ന് പറയുന്ന പ്രയോഗം ബഹുത്വത്തിലുള്ള ഏകത്വമാണ്. ആണോ? അല്ല. ഉൽപ്പത്തി പുസ്തകം 1:9 എടുത്താൽ അവിടെ കാണാം, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ. ആ ഒരു എന്ന് പറയുന്ന പദവും യക്കാദ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകം 9:7, 2 ശമൂവേൽ 13:30, 2 ശമൂവേൽ 17:12 തുടങ്ങി 800ഓളം സ്ഥലങ്ങളിൽ യക്കാദ് വന്നിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും ഏകൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് അതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഏതർത്ഥമാ ഉള്ളത്? ബഹുത്വമുള്ള ഏകത്വം. അപ്പൊ എന്തായി? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം എന്ന് പറയുന്ന ദൈവത്തിനെ ദൈവങ്ങളാക്കി, അതേപോലെ തന്നെ അവൻ ഏകൻ തന്നെ എന്നുള്ളതിനെ എന്താക്കി മാറ്റി അവര്? യക്കാദ്, അത് ബഹുത്വമുള്ള ഏകത്വമാക്കി അത് മാറ്റി. ഇനി ഇതേ വാദം ഇദ്ദേഹം മോശയെ കുറിച്ചിട്ട് പറഞ്ഞ ഇതേ വാദം തന്നെ ഇദ്ദേഹം യേശുക്രിസ്തുവിന്റെ കാര്യത്തിലും ഇതേ കളവ് ഉപയോഗിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ക്ലിപ്പ് ഒന്നിട്ടോ. യഹോവയാം ദൈവത്തിന്റെ ബഹുത്വത്തിലുള്ള ഏകത്വം എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന കൺഫെഷനിൽ മാത്രമല്ല, യഹോവയാം ദൈവം എപ്പോഴൊക്കെയോ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിട്ടുണ്ടോ പല അവസരങ്ങളിൽ നാം അവന്റെ ബഹുത്വം കാണുന്നു. യഹോവ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും വെളിപ്പെട്ടപ്പോൾ പല അവസരങ്ങളിലും നാം അവന്റെ ബഹുത്വം കാണുന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ദൈവമായ യഹോവ പിതാവായ അബ്രഹാമിന് വെളിപ്പെട്ടു. ഉൽപ്പത്തി 18:8, ദൈവമായ യഹോവ അബ്രഹാം സാറ ദമ്പതികൾ ഒരുക്കിയ വിരുന്ന് കഴിച്ചു. തൗറത്തിലുള്ളതാണ്. യഹോവ കഴിച്ചു. യഹോവ കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ചില പ്രവാചകന്മാർ വരാറുണ്ട്. അത് മോശയുടെ ന്യായപ്രമാണത്തോട് ബന്ധമുള്ളവരല്ല.
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ യഹോവ പിതാവായ അബ്രാഹിമിനോട് മുഖാമുഖം സംസാരിച്ചു. ആ യഹോവ സൊദോം ഗൊമോരയ്ക്ക് പോയതിനു ശേഷം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഭൂമിയിലുള്ള യഹോവ അവൻ ആകാശത്ത് നിന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന്, എത്ര യഹോവയുണ്ട്? ഭൂമിയിൽ ഒരു യഹോവ, ആകാശത്ത് യഹോവ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയും ഗന്ധകവും ഇറക്കി. പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ ദൈവം അവൻ ബഹുത്വത്തിൽ ഏകത്വമാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? പ്രവചന പുസ്തകങ്ങൾ നമുക്ക് ഇനിയും നോക്കാം. സെക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ശ്രദ്ധിച്ച് കേൾക്കണം. സംസാര കർത്താവ് യഹോവ. യഹോവ പറയുകയാണ്, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. സംസാര കർത്താവ് യഹോവ. യഹോവ പറയുന്നു, അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. ആരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ അയച്ചത്? സെക്രിയാവ് 2:11 3 വാക്യങ്ങൾക്ക് താഴെ അതിന് ഉത്തരമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അയക്കപ്പെട്ടവൻ സൈന്യങ്ങളുടെ യഹോവ, അയച്ചത് സൈന്യങ്ങളുടെ യഹോവ. യഹോവയുടെ സത്തയിൽ എത്ര വ്യക്തിത്വമുണ്ട്? കുറഞ്ഞത് 2. എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സംസാര കർത്താവിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധയോട് കേൾക്കണം. സംസാര കർത്താവ് പറയുകയാണ്, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഇതാരാണ് സംസാര കർത്താവ്? ദൈവം. ഈ സംസാര കർത്താവ് 12-ാം അധ്യായത്തിൽ പറയുന്ന ഇതേ സംസാര കർത്താവ് 16-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. എത്ര വ്യക്തികളുണ്ട് അവിടെ? സംസാര കർത്താവായ യഹോവ, അയച്ച യഹോവ, യഹോവയുടെ ആത്മാവ്. എത്ര പേരുണ്ട്? 3. ഏക ദൈവവിശ്വാസമാണ് ക്രൈസ്തവർക്ക് എന്ന് വാദിക്കുന്ന സുഹൃത്ത് പറയുന്നതാണ്. അദ്ദേഹം ഈ എടക്കര ഈ പ്രസ്റ്റീജ് ഹാളിൽ തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൗറാത്തിൽ തന്നെ 3 യഹോവ, 3 ദൈവമുണ്ട് എന്നാ പറയുന്നത്. എത്ര ദൈവം? 3 ദൈവം. മുകളിലൊരു ദൈവം, താഴെ ഒരു ദൈവം, അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഇറച്ചി കഴിക്കുന്ന ഒരു ദൈവം. ഇങ്ങനെ തുടങ്ങി ബൈബിളിൽ ധാരാളം യഹോവമാർ, 2-3 യഹോവമാരെ എന്ത് ചെയ്യാം? ബൈബിളിൽ ഉടനീളം കാണാമെന്നാണ് പറയുന്നത്. എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നത് മലക്കുകളാണ്. മലക്കിലൂടെ അള്ളാഹു സംസാരിക്കുന്ന പദപ്രയോഗങ്ങളെ അവിടെ യഹോവ സംസാരിച്ചു എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി. അവിടെ യഹോവ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മലക്കിലൂടെ സംസാരിച്ചു, അല്ലാതെ യഹോവ ഇവിടെ വന്നിട്ട് അബ്രഹാമിന്റെ വീട്ടിൽ ഇറച്ചി കഴിച്ചു എന്ന് ഒരു യഹൂദൻ പോലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി എന്തു പറഞ്ഞു? മുമ്പ് തന്നെ യഹോവ അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പോ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ട്. രണ്ടാമത് ഇദ്ദേഹം പറയുന്ന വാദം എന്താ? ഇദ്ദേഹം ഒരു ന്യായശാസ്ത്രവാദിയാണ്, അപ്പോളജറ്റിക് എന്ന് സ്വയം അവകാശപ്പെടുകയും അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ജെറി തോമസ്. ഇദ്ദേഹം പറയുന്നത്, രണ്ടാമത് പറയുന്നത്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിൽ സോദോമിനും ഗോമോറോ എന്ന് പറയുന്ന ഈ 2 സ്ഥലത്തിനിടയിൽ, സോദോം ഗോമോറയ്ക്കിടയിൽ അവിടെ ശിക്ഷ ഇറക്കിയ സമയത്ത് താഴെ ഒരു യഹോവ, മുകളിൽ ഒരു യഹോവ. അതെന്താ താഴെയും മുകളിലും യഹോവ? അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവ അവന്റെ സന്നിധിയിൽ നിന്ന് തന്നെ. രണ്ടാമത് ഒരു ഹൈഫൻ കൊടുത്തിട്ട്, ഈ സന്നിധി എന്ന് വെച്ചാൽ ആകാശത്തു നിന്ന് തന്നെ തീയും ഗന്ധകവും ഇറക്കി. ഇതിനെ ജെറി തോമസ് ഏത് രീതി വ്യാഖ്യാനിച്ചു? താഴെ ഒരു യഹോവ, മുകളിൽ ഒരു യഹോവ. അപ്പൊ എത്ര യഹോവയെ കിട്ടി? 2 യഹോവ. കത്തോലിക്കർ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യഹോവയുടെ സന്നിധിയായ ആകാശത്തു നിന്നും തീയും ഗന്ധകവും ഇറക്കി. അവിടെ ഒരു യഹോവ, മുകളിൽ ഒരു യഹോവ എന്ന് പറഞ്ഞ അർത്ഥം വരുന്ന ഒരൊറ്റ വരി പോലും അവർക്കത് മനസ്സിലായി. അത് പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ വാക്യം ഏതാ?
ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് യെശയ്യാ പ്രവാചകൻ പിന്നെ പറയുകയാണ്, ഇപ്പോഴോ യഹോവ എന്നെയും അവന്റെ ആത്മാവിനെയും അയച്ചു. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് അയച്ച ദൈവം എന്ത് ചെയ്തു? എന്നെ റൂഹുൽ ഖുദ്സിനെ കൂട്ടി അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇദ്ദേഹം പറഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യഹോവ, അയച്ചതൊരു യഹോവ, കൂടെ ഒരു ആത്മാവ്. അപ്പൊ എത്ര യഹോവമാരെ കിട്ടി അദ്ദേഹത്തിന് അവിടെ? 3 യഹോവമാരെ കിട്ടി. ഇത് എന്തിനു വേണ്ടി പറയുന്നതാണ്? സാധാരണ ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ പണ്ഡിതന്മാരും പുരോഹിതന്മാരും വാദം കൊണ്ടുവരുന്നത് 3 ദൈവങ്ങളെ കുറിച്ചിട്ടാണ്. കാരണം എന്താ? അവർ പറയുന്ന ത്രിത്വേക ദൈവവിശ്വാസത്തിൽ 3 ദൈവങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ യഹൂദന്മാർ പറയുന്നു ദീസ് ആർ ദ ഇന്റർമിംഗ്ലിംഗ് ഓഫ് വേർഡ്സ്. അതായത് ഒരു പ്രവാചകൻ ആദ്യം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു, അതിനുശേഷം പ്രവാചകൻ സ്വയമായി സംസാരിക്കുന്നു, അതായത് അദ്ദേഹത്തിന്റെ മാനുഷിക ഭാഷയിൽ സംസാരിക്കുന്നതാണ് അത് എന്ന് യഹൂദന്മാർ അർത്ഥം വെക്കുമ്പോൾ ജെറി തോമസ് അർത്ഥം വെക്കുന്നത് 3 ദൈവങ്ങളാണ് അവിടെ എന്നാണ്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് ഇതേ വാദം ഉന്നയിച്ചുകൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ചതും ബഹുദൈവ വിശ്വാസമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന കാണാം. നാം ദർശിക്കുന്നു. ഇത് തന്നെയല്ലേ പുതിയ നിയമവും പഠിപ്പിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇസ്രായേലേ കേൾക്ക, കർത്താവ് നമ്മുടെ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന ഹെൻ എന്ന ഗ്രീക്ക് പദമാണ്. എക്കാർ എന്നുള്ള പദമായിരുന്നു എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചതെങ്കിൽ ഹെൻ എന്നുള്ള ബഹുത്വത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്ന അതേ പദമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഉപയോഗിച്ചത്. ഭാഷ രണ്ടാണെങ്കിലും അർത്ഥം 2 രീതിയിലും ഉൾക്കൊള്ളുന്നുണ്ട്. നാം അതേ വാക്ക് തന്നെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവം ഒന്നാകുന്നു എന്ന് പറയുമ്പോഴും ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ നേരത്തെ ശാസ്ത്രിയുടെ മുമ്പിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്യത്തിൽ യേശുക്രിസ്തു ദൈവം ഏകനാണ് എന്ന് പറഞ്ഞതിന് ജെറി തോമസ് പറയുന്നത് അവിടെ ഏകൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഹെൻ, അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞ ഹീസ് ആണ്. ആ പദം എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ബഹുത്വമുള്ള ഏകത്വം. വെച്ചാൽ ഒരു ദൈവവും എന്നല്ല പറഞ്ഞത്, പിന്നെ എങ്ങനെയാ ഒരു കൂട്ടം ദൈവങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എക്കാത് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിയോ, 8-ാമത്തെ ക്ലിപ്പ് ഇട്ടോ, യേശുക്രിസ്തു ഉപയോഗിച്ച ഹീസ് എന്ന് പറയുന്ന ഈ പദം ആ ഗ്രീക്ക് ടെക്സ്റ്റിൽ തന്നെ കാണാം. തികച്ചും ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന കാണാം. യേശുക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാർ യോഹന്നാനും യാക്കോബും അവരുടെ മാതാവായ സബദി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറയുന്നു, നിന്റെ മഹത്വത്തിന്റെ ദിവസം എന്റെ ഒരു മകനെ നിന്റെ ഇടതിരുത്തണം, എന്റെ ഒരു മകനെ വലതിരുത്തണം. ഒരു മകൻ എന്ന് പറയുന്നിടത്ത് കാണാം ഹീസ്. ഇതേ പദം തന്നെയാണ് യേശുക്രിസ്തു ഏതിനുപയോഗിച്ചത്? ഈ പറയപ്പെടുന്ന മാർക്കോസിന്റെ സുവിശേഷത്തിൽ. എന്ന് വെച്ചാൽ വൺ എന്ന് പറയുമ്പോൾ വൺ എന്ന് പറയുന്നത് ഏകമായ പദത്തിന് ഉപയോഗിക്കും, ബഹുത്വമുള്ളതിന് ഉപയോഗിക്കും. പക്ഷെ ഇദ്ദേഹം വാദം കൊണ്ടിരുന്നത് അത് ബഹുത്വത്തിന് വേണ്ടി മാത്രമാണ്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ദൈവത്തിൽ ഒരു ദൈവമല്ല ഉള്ളത്, 3 ദൈവമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനിയും ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്ന ഏകം എന്താ? ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിപ്പോൾ സമർത്ഥിച്ചത് മുഴുവനും തന്നെ ക്രൈസ്തവ ദൈവവിശ്വാസത്തിൽ 3 ദൈവമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് ഇവർ പറയുന്ന ഏകം? എന്താണ് ത്രിത്വൈകം എന്ന് പറയുന്ന ഏകം എന്ന് പറയുന്ന കാര്യം? എന്താണ് ഏകം? അവർ അത് പറയുന്നത് ഏകം എന്ന് പറയുന്നത് അതിന്റെ സാരാംശത്തിൽ, ആളത്വം 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ്. എന്താണ് ഈ സാരാംശം? അവർ പറയുന്നത് സാരാംശം എന്ന് പറഞ്ഞാൽ ഗുണം, സിഫത്ത്. സിഫത്ത് 3 പേർക്കും ഒരേപോലെയാണ്. ദൈവം ഒന്നാണെന്ന് വെച്ചാൽ ദൈവം ഒരു ദൈവമാണെന്നല്ല അർത്ഥം. 3 ദൈവങ്ങളുടെ സിഫത്ത് ഒന്നാണ്. ഇവർ ഏകം എന്ന് പറയുന്നത്, ഇവർ ഈ പറയുന്നത്, നിങ്ങൾ അർത്ഥം ശ്രദ്ധിച്ചോണം. സാരാംശം എന്ന് പറയുന്നതിനെ ഇവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ത്രിയേക ദൈവ ഉപദേശത്തിൽ കാതലായി നിൽക്കുന്നത് സാരാംശം എന്ന പ്രയോഗമാണ്. ഇത് സിസ്റ്റമാറ്റിക് തിയോളജിയിലെ 154-ാം പേജിൽ വിശദീകരിക്കുന്നതാണ്. ത്രിയേകത്വ ഉപദേശത്തിൽ കാതലായി നിൽക്കുന്നത് സാരാംശം എന്ന പ്രയോഗമാണ്. സാരാംശം എന്നത് ആക്ഷരികമായോ പദാർത്ഥപരമായോ അല്ല ദൈവത്തെ പരാമർശിക്കുമ്പോൾ വിവക്ഷിക്കുന്നത്. സമസ്ത ദൈവ ലക്ഷണങ്ങൾക്കും ഒരുമിച്ച് ഉപയോഗിക്കുന്ന രൂപകമാണ് സാരാംശം. സാരാംശം എന്താണ്? ദൈവത്തിന്റെ മൊത്തം ഗുണം. അതിനുശേഷം അവർ പറയുന്നു ദൈവം സർവവ്യാപിയാണ്, നിത്യനാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ് എന്ന് തുടങ്ങിയ ഗുണങ്ങൾ
പിതാവിന് ഏതൊരർത്ഥത്തിൽ ഉണ്ടോ അതേ അർത്ഥത്തിൽ തന്നെ പുത്രനുമുണ്ട്, അതേ അർത്ഥത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനുമുണ്ട്. എന്നിട്ട് അവർ അതിനെക്കുറിച്ച് പറയുന്നു, എല്ലാ ദൈവിക ഗുണങ്ങളെ സംബന്ധിച്ചും ഇത് സത്യമത്രേ. സകല ദൈവിക ഗുണങ്ങളുടെയും ആകെത്തുകയാണ് സാരാംശം. തന്മൂലം ദൈവിക ഗുണങ്ങളുടെ എല്ലാം ആകെത്തുകയായ സാരാംശവും ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ത്രിഏകത്വ ഉപദേശം അനുസരിച്ച് ഏക ദൈവമേ ഉള്ളൂ. ഏക ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം എന്നല്ല അർത്ഥം. പിന്നെ എന്താണ് അർത്ഥം? മൂന്ന് വ്യത്യസ്തമായ എന്നെന്നും നിലനിൽക്കുന്ന മൂന്ന് ദൈവങ്ങളുണ്ട്. പക്ഷെ ഈ മൂന്ന് പേരുടെയും ഗുണം ഒന്നാണ്. ഇതാണോ ഏകദൈവ വിശ്വാസം? ഇതിനാണോ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്? മൂന്ന് വ്യത്യസ്തമായ എന്നെന്നും നിലനിൽക്കുന്ന നിത്യതയുള്ള മൂന്ന് ദൈവങ്ങൾ സാരാംശത്തിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നു എന്നാണ് ഇവർ വാദം. ഇത് തന്നെ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന, ഞാൻ നേരത്തെ കാണിച്ച തലശ്ശേരി അതിരൂപത ഇറക്കുന്ന കത്തോലിക്കരുടെ പുസ്തകത്തിൽ അവർ എഴുതുന്നു, മൂന്ന് വ്യക്തികളായ ഏക ദൈവത്തിൽ, ഏക സത്തയോടുകൂടിയ തൃത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മൂന്ന് ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത തൃത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവ്, പിതാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവും പുത്രനും. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. ഇത് മൂന്ന് പേരും വ്യത്യസ്തമായ ദൈവമാണ്. പക്ഷെ ഇത് എങ്ങനത്തെ ദൈവമാണ്? ഇവരുടെ മൂന്ന് പേരുടെയും സ്വഭാവം ഒന്നാണ്. എന്നിട്ട് ഇവർ കാണാം, ഇനി കേട്ടോണം, ഏകദൈവ വിശ്വാസമാണെന്ന് ശ്രദ്ധിച്ചോണം. ദൈവിക വ്യക്തികൾ അന്യോന്യം വ്യതിരക്തരാണ്. ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല. എങ്ങനെ? ദൈവം ഏകനാണ്, പക്ഷെ എന്തല്ല? ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്ന് മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ്. അവർ പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂന്ന് പേരുകൾ മാത്രമല്ല, നേരെ മറിച്ച് ഇത് അടിസ്ഥാനപരമായി മൂന്ന് തന്നെയാണ്. എന്നിട്ട് അവർ പറയാണ്, പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്നവൻ പുത്രനല്ല, പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. പിന്നെ ഏത് കാര്യത്തിൽ മാത്രമാണ് ഇത് ഒന്നായിട്ടിരിക്കുന്നത്? ദൈവ സ്വഭാവത്തിൽ മാത്രമാണ് ഒന്നായിട്ടിരിക്കുന്നത്. ഇത് കത്തോലിക്കരുടെ പുസ്തകമാണ്. ഇതേ പുസ്തകം 40-ാമത്തെ പേജിൽ ഇവർ പറയുന്നു, ദൈവ സ്വഭാവത്തിൽ, എന്നിട്ട് എഴുതു ബ്രാക്കറ്റിൽ, സത്തയിൽ ഒരുവനാണെന്നും ആൾവകയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ അരൂപി എന്നിങ്ങനെ മൂന്നാണെന്നുമാണ് ക്രൈസ്തവ വിശ്വാസം. എങ്ങനെ? ദൈവം എത്രയുണ്ട് എന്ന് ആൾവകയിൽ ചോദിച്ചാൽ എത്രയാന്ന് പറയണം? ദൈവം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് മൂന്നാണ്. ദൈവത്തിന്റെ മൂന്ന് പേരുടെയും സ്വഭാവം എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാന്ന് പറയണം? ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. കാരണം പിതാവ് എങ്ങനെ നിത്യനായിരിക്കുന്നു അതുപോലെ പുത്രനും പരിശുദ്ധാത്മാവും നിത്യനാണ്. പിതാവ് എങ്ങനെ സർവശക്തനായിരിക്കുന്നു അതേപോലെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവും സർവശക്തനാണ്. പിതാവ് എങ്ങനെ സർവജ്ഞനായിരിക്കുന്നു അതേപോലെ മറ്റു രണ്ടുപേരും സർവജ്ഞരാണ്. പിതാവിന് എന്തൊക്കെ യോഗ്യതകൾ പറയാമോ അതെല്ലാം മറ്റ് ഈ രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്നും മാത്രമാണ് ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്ന അർത്ഥം. വീണ്ടും കാണാം, ഇദ്ദേഹത്തിന്റെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇസ്ലാമിനെതിരെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവതാരി എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് എസ് ജി ഗിൽബർട്ടിന്റെ ദൈവം ത്രിഏകൻ എന്ന് പറയുന്ന പുസ്തകം. ഇത് അടുത്ത പുസ്തകം, ഇത് പ്രൊട്ടസ്റ്റന്റ്സുകാരുടെ അടുത്ത പുസ്തകം. അവർ പറയുന്ന കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നത് ദൈവത്തിലുള്ള മൂന്നാളത്വങ്ങളും ഒന്നാണെന്നല്ല തിരുവെഴുത്ത് പറയുന്നത്. ആളത്വങ്ങൾ എന്നും മൂന്നായി തന്നെ ഇരിക്കുന്നു. ആളത്വമായി പിരിഞ്ഞ അന്തസത്തയാണ് ഒന്ന് എന്ന് പറയുന്നത്. അതിനെയാണ് സാരാംശം എന്ന് പറയുന്നത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട, ക്രൈസ്തവ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ത്രിത്വേക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് അവർ പറയുന്ന വിശ്വാസം കേട്ടോണം. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്. അതായത് ആളത്വങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. മൂന്നാളത്വം എടുക്കുമ്പോഴും അവരിൽ ഒന്നുപോലെ വ്യാപരിക്കുന്ന സാരാംശമുണ്ട്. ആ സാരാംശത്തെ മൊത്തമായി ഏക ദൈവം എന്ന് വിളിക്കുന്നു. ഈ സാരാംശത്തെ എല്ലാം കൂടെ കൂട്ടിയാണ് എന്ത് വിളിക്കുന്നത്?
ഈ മൂന്ന് ദൈവങ്ങളിലും കാണുന്ന സത്തയെ കുറിച്ചിട്ട്, സിഫത്തിനെ കുറിച്ചിട്ടാണ് ഇവർ ഒന്നെന്ന് പറയുന്നത്. അങ്ങനെ സാരാംശത്തിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ആ സാരാംശം ഏകമാണ്. ഇവിടെ എല്ലാം ഇവര് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തു മാത്രമേ ഉള്ളൂ? ഈ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ ത്രിത്വൈക ദൈവവിശ്വാസത്തിന് വേണ്ടി കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റും എന്ന് പറയുന്ന മുഴുവൻ യഹോവ സാക്ഷികൾ ഒഴിച്ചിട്ടും യൂണിറ്റേറിയൻസ് എന്ന് പറയുന്ന ത്രിത്വം നിഷേധിക്കുന്നവരുമായിട്ടുള്ള ഈ ക്രൈസ്തവരല്ലാത്ത മുഴുവൻ ത്രിത്വൈകം വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിശ്വാസം എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്ത് വിശ്വാസമാണ്? അവരുടെ വിശ്വാസം 3 ദൈവങ്ങളുണ്ട്, എന്നാൽ ഇവരുടെ 3 പേരുടെയും സാരാംശം ഇതാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വമുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 3 പേരിലും ഉള്ള ഗുണം, അവരിലുള്ള സിഫത്ത്, അവരിലുള്ള യോഗ്യതകൾ 3 പേർക്കും ഒരേപോലെയാണെന്നല്ലാതെ ഒരു ദൈവമാണെന്ന് ഒരു സ്ഥലത്ത്